വയനാട് മുണ്ടക്കയിൽ മണ്ണിടിച്ചിലുണ്ടായി. പുന്നപ്പുഴ ഗതിമാറി ഒഴുകി. വയനാട്ടിലെ കബനി നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഇല്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. നിലവിൽ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം സുരക്ഷിതമാണെന്നും മന്ത്രി അറിയിച്ചു. ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. PB ജോഷില വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജോഷില, പൊതുവിൽ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വയനാട്ടിൽ വലിയൊരു ദുരന്തത്തെ കണ്ട ജനതയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ചില സാഹചര്യങ്ങൾ രാവിലെ ആശങ്കയുണ്ടാക്കിയത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? പുന്നപ്പുഴയിൽ അതിശക്തമായ നീരൊഴുക്ക് ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഉണ്ടായത്. കൂടെ മണ്ണും പാറകളും ഒക്കെ ഒഴുകി വരാൻ തുടങ്ങിയിരുന്നു. ചേറിന്റെ മണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായ ഒരു അനുഭവം വെച്ച് ജനങ്ങൾ ആകെ ആശങ്കയിലായിരുന്നു. മലമുകളിൽ എവിടെയോ ഉരുൾപൊട്ടിയതായുള്ള ആശങ്കയായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് നിന്നും മണ്ണും പാറകളും ഇളകിയിരുന്ന മണ്ണും പാറകളും ഒഴുകി വന്നതാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ വനമേഖലയിൽ അല്ലെങ്കിൽ മലയുടെ മുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ പുന്നപ്പുഴയിൽ വളരെ അതിശക്തമായ നീരൊഴുക്കുണ്ടായി. വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. പുന്നപ്പുഴ ബെയിലി പാലത്തിനടുത്ത് വെച്ച് ദിശ മാറി ഒഴുകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതോടെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചു. കാരണം ബെയിലി പാലത്തിന് അപ്പുറത്ത് മുണ്ടക്കൈ എസ്റ്റേറ്റുകളിൽ ജോലിക്കായി രാവിലെ 7 മണിയോടുകൂടി തൊഴിലാളികൾ പോയിരുന്നു. ഇവർ ബെയിലി പാലത്തിന് അപ്പുറത്ത് പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയാൽ അത് ശക്തമായി മാറിയാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. അവരെ എത്തിക്കാൻ, അതായത് ചൂരൽമലയ്ക്ക് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ അത് വലിയ പ്രശ്നമായി മാറും. കഴിഞ്ഞ ദുരന്തം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ഒരു വലിയ ആശങ്കയായി നിലനിന്നിരുന്നു. എന്നാൽ ഏകദേശം 11:30-12 മണിയോടുകൂടി നൂറുകണക്കിന് തൊഴിലാളികളാണ് അപ്പുറത്ത് പെട്ടുപോയത്. അവരെ തിരിച്ചെത്തിക്കാൻ, ചൂരൽമലയുടെ ഇക്കരെ എത്തിക്കാൻ സാധിച്ചു. പോലീസും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുമെല്ലാം പരിശ്രമിച്ചുകൊണ്ടാണ് ഇവരെ ഇപ്പുറത്തേക്ക് എത്തിച്ചത്. അതേസമയം തന്നെ തൊഴിലാളികൾക്കിടയിൽ മറ്റൊരു പ്രശ്നമുണ്ടായി. തൊഴിലാളികൾക്ക് ദിവസവേതനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വില്ലേജ് ഓഫീസറെയും തഹസിൽദാരെയും തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കാരണം നേരത്തെ തന്നെ ഇവർക്ക് ദുരന്തബാധിതർക്ക് 300 രൂപ ദിവസവേതനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് നൽകി വരികയുമായിരുന്നു. എന്നാൽ തൊഴിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ, മുണ്ടക്കൈ എസ്റ്റേറ്റിൽ ഇവർ തൊഴിലെടുക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അത് നിർത്തിവെക്കാനുള്ള കാരണം, അതായത് ഈ തൊഴിലാളികൾക്ക് അത് ഇല്ലാതാക്കാനുള്ള കാരണം തഹസിൽദാരും വില്ലേജ് ഓഫീസറും റിപ്പോർട്ട് നൽകിയ പ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ രോഷപ്രകടനം നടത്തിയത്. ഇവരെ തടഞ്ഞു നിർത്തുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ 3 മണിയോടുകൂടി ക്യാബിനറ്റ് യോഗം ചേർന്ന് വേതനം തൊഴിലാളികൾക്ക് കൂടി നൽകാൻ, മഴക്കാലമായാൽ ഇവർക്ക് അപ്പുറത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ദിവസവേതനം നൽകാനുള്ള തീരുമാനം സർക്കാർ എടുക്കുകയായിരുന്നു. ADM ഏകദേശം 5:30 ADM സ്ഥലത്തെത്തി ഈ വിവരം കൈമാറുകയും ചെയ്തതോടെയാണ് ജനങ്ങൾ പിരിഞ്ഞുപോയത്. ശരി, PB ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല.